ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് കേരമീൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി ആട്ടോ. ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ഉലുവയിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്ന് വഴലയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച ഒരു കുത്തലില്ലേ അതൊന്ന് മാറുന്ന വരെ ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത് ചെറിയൊരു ഗോൾഡൻ കളറായതിന് ശേഷം നമുക്കതിലേക്ക് ചിരകിയ തേങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു പിടിയൊക്കെ മതിയാവും, അത്രയും തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് നല്ലതുപോലെ അതൊന്ന് വാട്ടി മൂപ്പിച്ചെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോവുകയൊന്നും വേണ്ട, ജസ്റ്റ് ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി. അപ്പോൾ അത് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ള് അത്രേ ഇടുന്നുള്ളൂ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂണേ ഇടുന്നുള്ളൂ, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 സ്പൂൺ മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതെല്ലാം നല്ല രീതിക്കൊന്ന് മൊത്തത്തിൽ ആ ഒരു പച്ചമണം, ആ പൊടികളുടെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വഴറ്റി നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും അല്ലേ. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വെള്ളവും കുറച്ച് വാളംപുളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഇപ്പോഴായിട്ട് ഇട്ട് കൊടുക്കുന്നത്, നീളത്തിന് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ കിടന്ന് നല്ല രീതിക്ക് ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ നല്ല തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടോ ഈ മീൻ കറി. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ചീത്തയാവത്തുമില്ല, നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവത്തുമില്ല. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കഷ്ണമാക്കി വെച്ചിട്ടുള്ള കേരമീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മീൻകറിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്